ഇപ്പൊ എത്രയും പെട്ടെന്നാണ് കുഞ്ഞുണ്ടായത് എന്നൊരു ചോദ്യം എല്ലായിടത്തും വരും. എന്തൊരു ചോദ്യം അപ്പൊ നീ ചോദിക്കണേ? കുട്ടികളുണ്ടാവാൻ കല്യാണം കഴിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ, ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ക്യാഷ് കൊടുക്കുന്നത് അമ്മയുടെ ചികിത്സ ചെലവിന് വേണ്ടിയിട്ടാണ് പറഞ്ഞ ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ക്യാഷ് കൊടുക്കുന്നത്. അത് എന്റെ ഭർത്താവ് ഗൂഗിൾ പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ 2 കൂട്ടരെയും മ്യൂച്വൽ ഫണ്ട് ആയിട്ടുള്ള, അതായത് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ക്രൗഡ് ഫണ്ട് ചെയ്തിട്ടുള്ള റെസിപ്റ്റ് ഉണ്ട്. ആ ഇക്കയുടെ വൈഫിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഇക്കയുടെ വൈഫിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുത്തിട്ട് ആ ഇക്ക അത് ഈ പുള്ളിക്കാരന് കൊടുക്കുക ചെയ്ത് 15,000 രൂപ. അതിനുശേഷം എന്റെ ഹസ്ബൻഡ് ഈ പറഞ്ഞുകൊണ്ട് ഈ റഫീഖയുടെ വൈഫിന്റെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ഇട്ട് കൊടുക്കുകയും അവിടുന്ന് ഈ പുള്ളിക്കാരന് പൈസ കൊടുക്കുകയും ചെയ്തിട്ട് നമുക്ക് അതൊക്കെ തന്നെ സ്ക്രീൻഷോട്ട് കാണിച്ചതിന്റെയാണ് ഞാൻ ഇതിനകത്തോട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പുള്ളി ക്യാഷും തരുന്നില്ല, ഒന്നുമില്ല. എനിക്ക് തരുന്നത് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ പിന്നീട് കഴിഞ്ഞ മെസ്സേജ് ഇട്ടതാണ് ബ്ലോക്ക് ലിസ്റ്റിലാണ് കിടക്കുന്നത് മനസ്സിലായത്. ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. എന്റെ ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരൻ എനിക്ക് പൈസ വേണം അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുള്ളിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ടായിരുന്നു ആൾക്കാർ അറിഞ്ഞത് കണക്ക് അച്ചായനുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചെന്നുള്ളൊരു കാര്യം. ഇത് കേട്ടപ്പോൾ ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഡൗട്ടായി, ഇത് കുഞ്ഞുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ജനിച്ചോ എന്നുള്ള രീതിയിലായിരുന്നു. അതിന് മറുപടി ആയിട്ടാണ് ഇച്ചായനും ഭാര്യയും വന്നിരിക്കുന്നത്. ഇത് കണക്കുണ്ടെങ്കിൽ കല്യാണത്തിന് മുൻപ് തന്നെ ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. അച്ചായനെതിരെ ഉണ്ടെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരാതെ പറ്റിച്ചിരിക്കുകയാണെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പും അച്ചായനെതിരെ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണം വാങ്ങിയതിന് ശേഷം ഉണ്ടെങ്കിൽ തിരിച്ച് പൈസ ഒന്നും തരത്തില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവരുടെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഇവരുടെ മോളുടെ ചികിത്സയ്ക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, അത് എടുത്ത് കൊടുത്തു. അതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. ഇപ്പോൾ അച്ചായനെ കുറ്റപ്പെടുത്തുന്ന അതേ സമയത്ത് തന്നെ ഇവരെയും കുറ്റപ്പെടുത്തണം. കുഞ്ഞിൻ്റെ ഒരു ഓപ്പറേഷനോ കാര്യമായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു പൈസ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഇവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എന്നിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് പറയുന്നത് ഒരു കറക്റ്റായിട്ടുള്ള കാര്യമല്ല. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.